ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇരു വീട്ടിലെ ഐശ്വര്യം ഞാൻ ചോദിച്ചോ, തേടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. ദുനിയാവ് ചോദിച്ചോ, കിട്ടാതിരുന്നിട്ടില്ല. ആഖിറം ചോദിച്ചോ, കിട്ടാതിരുന്നിട്ടില്ല. മുത്തുനബിയെ കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് കടം വീടാന് ആര് പറഞ്ഞോ? എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. ദുനിയാവ് വേണോ? മുത്തുനബിയോട് ചോദിച്ചോ. ആഖിറം വേണോ? മുത്തുനബിയോട് ചോദിച്ചോ. റസൂലുള്ളാഹിനോടടുത്തോ, സ്വലാത്ത് ചൊല്ലിക്കോ, അതിൽ ലഭിക്കാതിരിക്കില്ല. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ രംഗം നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു പാവപ്പെട്ട പയ്യൻ തന്റെ ഉപ്പയുടെ കോടിക്കണക്കിന് കടങ്ങൾ ഏറ്റെടുത്ത് കടക്കാര് വന്നിങ്ങനെ ശല്യം ചെയ്യുകയാണ്. ഒരു പോർക്കളം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ദുഃഖവും സങ്കടവും വന്ന യുദ്ധമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരലനക്കിയാൽ അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ട്, അബൂ തൽഹത്തുൽ അൻസാരിയുണ്ട്, സമ്പന്നരായ കോടീശ്വരന്മാരായ പല ആളുകളുമുണ്ട്. അവരോടൊക്കെ ഒരു പിരിവ് വാങ്ങിയിട്ട് കൊടുക്കാമായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്. ചെയ്തില്ല. മുത്തു റസൂൽ പറഞ്ഞു, ജാബിറെ സമാധാനപ്പെട്, നാളെ ഞാൻ അവിടെ വരാം. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. കഥ പറയല്ല. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിറ്റേ ദിവസം സുബഹി നിസ്കാരാനന്തരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുന്നു, സിദ്ദീഖുൽ അക്ബറിനോട് പറയുന്നു, ഉമർ ഫാറൂഖിനോട് പറയുന്നു, നമുക്ക് പോകാം, ജാബിറിന്റെ വീട് വരെ നമുക്ക് പോകാം. നേരം പുലർന്നു. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവും കാത്ത് ഞാൻ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുകയാ. താമസിയാതെ മുത്തുനബി വന്നു പോയി. റസൂലുള്ളാഹിന്റെ കൂടെ ഏതാനും സ്വഹാബികളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുമുറ്റത്തെത്തിയ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് റസൂലുള്ളാഹിനെ സ്വീകരിക്കുകയാ. റസൂലുള്ളാഹിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാ. മുത്തുനബി കയറിയില്ല. ജാബിറേ, നിനക്ക് ഇവിടെയുള്ള ഈത്തപ്പനങ്ങളൊന്ന് കാണിച്ചുതാ, ഈന്തപ്പന മരങ്ങളൊന്ന് കാണിച്ചുതാ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ഈ ഏതാനും ഈന്തപ്പന മരങ്ങൾ കാണിച്ചു കൊടുത്തു. അത് തീരെ ഫലപുഷ്ടിയുള്ളതല്ല. ധാരാളം പ്രായം നമ്മുടെ നാട്ടിലെ ചമ്പന്തെങ്ങ് പോലെ കായ്കളൊക്കെ അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ ശുഷ്കിച്ച കാരക്കകൾ മാത്രമാ അതിന്മേൽ ഉള്ളത്. ആ എല്ലാ പഴങ്ങളും കൂടി ഒന്ന് പറിച്ചാല് എന്റെ ഉപ്പ കൊടുക്കാനുള്ള ഏറ്റവും ചെറിയ കടം പോലും അതുകൊണ്ട് വീടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ എല്ലാ ഈന്തപ്പന മരങ്ങളുടെ മുരട്ടും മുത്തു റസൂല് ചെല്ലുകയാ. ആ മരങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂല് കൈകളെ കൊണ്ടൊന്ന് തടവുകയാ. എല്ലാ മരങ്ങളും അല്ലാഹുവിന്റെ റസൂല് കൈകളെ കൊണ്ട് തടവിയിട്ട് താലോടിയിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജാബിറേ, ആ പറിക്കാരനെ വിളിച്ചുകൊണ്ട് പഴം പറിപ്പിച്ചോ. ഉപ്പയുടെ കടമൊക്കെ അങ്ങ് വീട്ടിക്കാളാ. ആർക്കൊക്കെ ഈത്തപ്പഴം കൊടുക്കാനുണ്ട്, കാരക്ക കൊടുക്കാനുണ്ട്, സർവ കടക്കാരെയും വിളിച്ചു വരുത്തിക്കോ. മുഴുവനും അളന്നു കൊടുത്തോ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സംശയം തോന്നിയില്ല. ഞമ്മളും സ്വഹാബത്തും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഈ കുറഞ്ഞ ഈത്തപ്പഴം ഞാൻ പറിച്ചിട്ട് ഏത് കടക്കാർക്കാ ഇത് ഞാൻ കൊടുക്കുക? ഞാൻ എങ്ങനെയാ കടക്കാരോട് വരാൻ പറയുക? ഞാൻ എങ്ങനെയാ ഇത് വിശ്വസിക്കുക? ബഹുമാനപ്പെട്ടവര് ചിന്തിച്ചില്ല. ഉടനെ തന്നെ ഈത്തപ്പഴം പറിക്കുന്ന ആളെ വിളിച്ചു വരുത്തുന്നു. ഈത്തപ്പഴം പറിച്ചു എല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അതാ ഏറ്റവും ചെറിയ അബ്ദുല്ലാഹിൽ അൻസ്വാരിയുടെ കടങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ കടം പോലും
പോലും ഇതുകൊണ്ട് വീടാൻ കഴിയില്ല. അത്രയും ചെറിയൊരു ഈത്തപ്പഴത്തിന്റെ കൂമ്പാരമാ തന്റെ മുൻപിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു സർവ്വ ആളുകളോടും വിളിച്ചു പറഞ്ഞു പോയി, അനൗൺസ്മെന്റ് ചെയ്തു പോയി, ഈ പാവപ്പെട്ട ജാബിറിന്റെ വാപ്പ അബ്ദുല്ലാഹിൽ അൻസ്വാരി ആർക്കൊക്കെ ഈത്തപ്പഴം തരാനുണ്ട് എല്ലാവരും വന്നുകൊള്ളട്ടെ, അത് വാങ്ങിപ്പോകട്ടെ. ആദ്യമായിട്ട് 30 വസക്ക് കാരക്ക കൊടുക്കാനുള്ള ജൂതൻ വരുന്നു. സഹോദരാ, ഒരു വസക്ക് എന്ന് പറഞ്ഞാൽ തന്നെ 15 പറയാണ്. അങ്ങനെ 30 വസക്ക് കാരക്ക കൊടുക്കാനുള്ള ജൂതൻ വരുന്നു. ഈ ചെറിയ കൂമ്പാരത്തിൽ നിന്ന് ഞാൻ അളന്നു കൊടുത്തു, എല്ലാ കടക്കാർക്കും അളന്നു കൊടുത്തു. ഒരു ഈത്തപ്പഴം പോലും എന്റെ കൂമ്പാരത്തിൽ നിന്ന് ചുരുങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, കടക്കാര് മുഴുവനും വന്നവരെ കടങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയി. എന്റെ ഉപ്പ ഈത്തപ്പഴത്തിന്റെ കടത്തിൽ നിന്നൊക്കെ മുക്തനായി പോയി. എന്റെ വൈത്ത എന്റെ വീട്ടിൽ നിന്നാ പറിച്ചു വെച്ചിരിക്കുന്ന കൂമ്പാരം അതേപോലെ നിൽക്കുന്നു. അസ്ർ നിസ്കാരം ആകുമ്പോഴേക്ക് ഞാൻ മുത്തുനബിന്റെ പള്ളിയിലെത്തിപ്പോയി. റസൂലുള്ളാഹിനോടൊന്ന് പറയാൻ, റസൂലുള്ളാഹിന്റെ കൂടെ വന്ന സ്വഹാബികളോട് പറയാൻ, ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാൻ മദീന പള്ളിയിലെത്തിപ്പോയി. സർവ്വ സ്വഹാബികളോട് ഞാൻ ആ വിവരം പറഞ്ഞു. എന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ആ സമയത്ത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അന്ന് അസ്ർ നിസ്കാരത്തിന് പള്ളിയിലില്ല. പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാൻ ചെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. എന്തിനാണ് ഞാൻ ഉമറുൽ ഫാറൂഖിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്? ഈ വിവരമൊന്ന് പറയാൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ കടങ്ങളെല്ലാം വീടിക്കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് ഈന്തപ്പഴത്തിന് ബറക്കത്ത് കിട്ടിപ്പോയി. ആ വിവരമൊന്ന് പറയാൻ. ഉമറുൽ ഫാറൂഖിന്റെ വീട്ടിലെത്തിയ സമയത്ത് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എന്നോട് ചോദിക്കുന്നു, ജാബിറേ, ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇതറിയിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? വേണ്ട വേണ്ട, വല്ലാഹി അല്ലാഹുവാണ് സത്യം ജാബിറേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ഈന്തപ്പനത്തോട്ടത്തിൽ വന്നിട്ട് ഉണങ്ങിച്ചുങ്ങിയ ആ പ്രായം ചെന്ന ഈന്തപ്പനകളില് അല്ലാഹുവിന്റെ റസൂല് തൊട്ടതോടുകൂടി ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, എനിക്കുറപ്പ് വന്നു പോയി. അതിന് വല്ലാത്ത ബറക്കത്താണ് ലഭിക്കാൻ പോകുന്നത്. നിന്റെ ഉപ്പയുടെ കടങ്ങൾ മുഴുവനും വീടിയാലും ഈന്തപ്പഴം അവസാനിക്കയില്ല. ഞാൻ ഉറപ്പിച്ചു പോയി, എനിക്കതിൽ സംശയമില്ല. ഇത് പറയാൻ നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഉമറുൽ ഫാറൂഖ് വിശ്വസിച്ച വിശ്വാസം എന്താ? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ സർവ്വ കടങ്ങളും അതോടുകൂടി വീട്ടിപ്പോയി. ജീവിച്ചിരിക്കുന്ന മക്കള് മരിച്ചുപോയ പ്രിയപ്പെട്ട ഉപ്പയോട് ഉമ്മയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ്, ഏറ്റവും വലിയ കടപ്പാടാണ് അവരെ കടങ്ങൾ വീട്ടുക. ആ കടങ്ങൾ വീട്ടാറ് ജീവിച്ചിരി മരിച്ചുപോയ മുഅ്മിനീങ്ങളെ കടങ്ങൾ വീട്ടാറ് ഒന്നും തന്നെ അവരെ ഖബറിലേക്ക് ലഭിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്പർ 1 അവരെ കടങ്ങൾ വീട്ടുക. എന്നിട്ടായിരിക്കണം ബാക്കി പരിപാടികളൊക്കെ. അല്ലാതെ കുറെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഖബർ മയ്യത്തിന് കിട്ടൂല.
മഹാന്മാരായ പണ്ഡിതന്മാരെന്ത് പറയുന്നു? മരിച്ച മയ്യിത്ത് സ്വത്തിൽ നിന്ന് കടങ്ങൾ വീട്ടണം. മുഖദ്ദമം മിന്നാ ഹുഖൂഖുല്ലാഹി. കടം വീട്ടുകയാണെങ്കിൽ പിന്നെ ആദ്യം അള്ളാന്റെ കടം വീട്ടണം. അത് ആരും ചോദിച്ചു വരൂലല്ലോ. ആളുകൾ ആരെങ്കിലും കടം ആദ്യം ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചു വന്നോളൂണ്ടോന്നു. അള്ളാന്റെ കട ആരാ ചോദിച്ചു വരുന്നത്? അപ്പോൾ ഈ മരിച്ചുപോയ മനുഷ്യൻ, അയാൾ എനിക്ക് വേണ്ടി അധ്വാനിച്ച ആളാ. ഞങ്ങൾ കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ഞങ്ങളെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ ആളാ. ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആളാ. അതുകൊണ്ട് ഈ മരിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, എന്റെ പ്രിയപ്പെട്ട അനുജൻ, അവരാരും ഖബറിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഉദ്ദേശിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ ആദ്യം ആ കടങ്ങളൊക്കെ ഏറ്റെടുത്ത് വീട്ടാൻ ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കടത്തോടൊരു മനുഷ്യൻ മരിച്ചു. തീർത്തും ആ കടം വാങ്ങിയാലെ കുറ്റക്കാരനല്ല. അയാൾ ഒരിക്കലും കുറ്റക്കാരനല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് കടം വാങ്ങിയതാ. സംഗതി വശാൽ അയാൾക്ക് വീട്ടാൻ കഴിഞ്ഞില്ല. അത്തരം ആളുകളുടെ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹക്കിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം കൊടുത്ത് അവരെ കൊണ്ട് തെറ്റിപ്പടിച്ച് ഇയാളെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അങ്ങനെയും ഇസ്ലാമിലുണ്ട്. ഒരാൾ വ്യക്തമായ മാർഗം കണ്ട് വ്യക്തമായ വഴി കണ്ട് കടം വാങ്ങി. പക്ഷേ ആ കടം വീട്ടാൻ അയാളെ കൊണ്ട് സാധിച്ചില്ല. അയാൾ തീർത്തും അതിൽ കുറ്റക്കാരനല്ല, അയാൾ പാപമാണ്. പക്ഷേ ആ കടത്തിന്റെ ആൾക്ക് അതിനു മാത്രം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നൽകിയിട്ട് ഈ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനത്തെ ഒരു വകുപ്പും ഇസ്ലാമിലുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി കടം വിട്ടാതിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിനോട് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങുമ്പോൾ ഈ ഓഫർ വാങ്ങുന്ന സമയത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രശ്നമാണത്. മനുഷ്യന്റെ കടവും അള്ളാന്റെ കടവും. അള്ളാന്റെ കടമാണ് സക്കാത്തിന്റെ കുടിശ്ശിക. അള്ളാഹുവിന്റെ കടമാണ്. കൊടുത്തിരിക്കണം. ആദ്യം അത് കൊടുക്കണം. കടം വീട്ടുമ്പോ ആദ്യം അള്ളാന്റെ കടം വീട്ടുന്നിട്ടാ ജനങ്ങളെ കടം വീട്ടേണ്ടതാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ കടമാണ് സക്കാത്ത്. എത്രയോ കാലത്ത് സക്കാത്ത് കൊടുത്തിട്ടില്ല, കുടിശ്ശികയായിട്ട് നിലനിൽക്കുകയാണ്. പ്രായപൂർത്തി അധ്യക്ഷനും കൊടുത്തു നോക്കിയിട്ടില്ല. തന്നതും കൊടുത്തില്ല, ഭാര്യനും കൊടുത്തില്ല, മക്കളൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാൻ സാധിക്കുമായിരുന്നു, കൊടുത്തിട്ടില്ല. കുടിശ്ശികയായി നിലനിൽക്കുകയാണ്. തീർത്തും അത് വീട്ടിയിരിക്കണം. അല്ലെങ്കിൽ മയ്യത്തിന്റെ ഖബർ ഒരു ഗുണവും കിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ദിക്റിയല്ലേ ഖുർആൻ ഓതി അടിയന്തരം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ചെയ്യേണ്ടത് ചെയ്യാതെ ഒരുപാട് കാലത്ത് നോമ്പ് നോക്കാത്തതുണ്ട്. പ്രായപൂർത്തി എത്തിയതിനു ശേഷം നോമ്പ് നോക്കാത്തതുണ്ട്. നോമ്പനിട്ടുണ്ടായിരുന്നു. നമ്മളെ പോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും നോമ്പ് നോക്കാൻ തുടങ്ങി 10-40 വയസ്സാകുമ്പോഴല്ലേ. അതുവരെയൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിയായിട്ട് നടക്കും. 40 വയസ്സ് താടിയൊക്കെ ഇങ്ങനെ ധരിച്ച് അത്യാവശ്യം ഇനി പഴയ പോലത്തെ മസിലൊന്നും പവറില്ല. മസിൽ പവറൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോ വേണ്ടത്ര ഒരു ദമ്മ് കിട്ടുന്നില്ല. അപ്പൊ ഇനിയൊന്ന് നന്നാവായെന്നുണ്ട്. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ആരോഗ്യമുള്ള സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ അനാരോഗ്യം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവര് ഭാഗ്യവാന്മാരാ. എത്ര ഭാഗ്യമുള്ള ആളാ. നല്ല നിരക്ക് സൽക്കർമ്മങ്ങളൊക്കെ കൃത്യമായ റമദാൻ മാസം വന്ന നോമ്പ് നോറ്റ് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഖുർആൻ ഓതി തറാവീഹ് നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് ഖിയാമുൽ ലൈലൊക്കെ പങ്കെടുത്ത് ജീവിതം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കിയ ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് പെട്ടെന്ന് അസുഖം വന്നു. അയാൾക്ക് പ്രായമായി. അയാളെ പോലത്തെ ഭാഗ്യവാൻ ആരാ? 58 വയസ്സ് വരെ ഗവൺമെന്റ് ജോലി ചെയ്തു. പിന്നെ റിട്ടയർഡ് ആയാൽ പെൻഷൻ കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ പെൻഷൻ കിട്ടുമ്പോൾ പൂർണ്ണമായിട്ട് കിട്ടൂല. അതിന്റെ ശമ്പളത്തിന്റെ ശതമാനം അനുസരിച്ചാണ് കിട്ടുന്നത്. നിശ്ചിത ശതമാനം അനുസരിച്ച് അല്ലാഹു തആല പെൻഷൻ തരുമ്പോ കൃത്യമായിട്ട് തരും. ആരോഗ്യമുള്ള സമയത്ത് ജോലി ചെയ്ത ആൾക്ക് അള്ളാഹ് പെൻഷൻ കൊടുക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് രോഗം കൊണ്ട്, അനാരോഗ്യം കൊണ്ട്, പ്രായം ചെന്നതുകൊണ്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. നേരത്തെ റമദാനായാൽ അയാൾ തറാവീഹ് കൃത്യം നമസ്കരിക്കുന്ന ആളാ, നോമ്പെടുക്കുന്ന ആളാ, എത്രയോ പരിശുദ്ധ ഖുർആൻ ഖത്മ തീർക്കുന്ന ആളാ. പക്ഷേ ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഖിയാമുൽ ലൈലിൽ അയാൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദര, അയാളെ പോലത്തെ ഭാഗ്യവാൻ പിന്നെ ആരാ? അയാൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കല്ലേ പോ. അപ്പൊ അയാൾ കുറെ കാലം ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ജീവിച്ചാൽ അയാൾക്ക് ഖൈറാണ്. അതിനെന്ത് വേണം? ആയുഷ്കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരിക്കണം. ആരോഗ്യമുള്ള സമയത്ത് ആ വൈക്കൊന്നും നോക്കിയില്ല, അവന് സുഖമില്ലാതായപ്പോൾ അതൊക്കെ ചിന്തിച്ചേ. അവനെപ്പോലെ പരാജയപ്പെട്ടവനുമില്ല, അവനെപ്പോലെ ദുഷ്ടവനുമില്ല, പരാജയപ്പെട്ടവനും. അല്ലാഹു തആല നമ്മക്ക് രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അത് ഒറ്റ ഇതും കൂടി ഏച്ചൂട്ടി എന്റെ പ്രസംഗം ചെയ്യാൻ പോകാൻ. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത്, പ്രായപൂർത്തി എത്തിയ സമയത്ത് ഒരാൾ നോമ്പ് നോറ്റില്ല. 15-ാമത്തെ വയസ്സിൽ ഇപ്പൊ തീരും. 15-ാമത്തെ വയസ്സിൽ ഒരാൾ നോമ്പ് നോറ്റില്ല. ആദ്യത്തെ ഇപ്പൊ നമ്മൾ തുടങ്ങിയല്ലേ, നോമ്പ് നോറ്റില്ല. അക്കൊല്ലത്തെ പോയി, അടുത്ത കൊല്ലം നോക്കാൻ വെച്ചു. ആ 15-ാമത്തെ വയസ്സിൽ ഒരാൾക്ക് 30 നോമ്പ് പോയി, അല്ലെ 29 നോമ്പ് പോയി. ആ നോമ്പ്, ഒരു നോമ്പ്, ഒരു റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. ചിന്തിക്കാത്തൊരു സാമ്പത്തിക ബാധ്യത. ഒരു നോമ്പ് ഒരാൾക്ക് ഒഴിഞ്ഞു പോയി, മെൻസസ് പീരിയഡിൽ നോമ്പ് ഒഴിഞ്ഞു പോയി, അല്ലെങ്കിൽ പ്രസവത്തിന് സമയത്ത് നോമ്പ് ഒഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അസുഖം കൊണ്ട് നോമ്പ് ഒഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നോമ്പ് ഒഴിഞ്ഞു പോയി. വെറുതെ അങ്ങനെ ഒഴിഞ്ഞു പോയതാണ്, അങ്ങനെ പോയി. എന്നാൽ അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് അത് ഖളാ വിട്ടണം. എന്റെ റോൾ അതാണ്. അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് ഖളാ വിട്ടണം. വീട്ടിലെങ്കിലോ ആ റമദാൻ അങ്ങ് കഴിഞ്ഞാൽ, നെക്സ്റ്റ് അടുത്ത റമദാൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഈ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, അതിന്റെ കൂടെ ഒരു സാമ്പത്തിക ബാധ്യതയും കൂടിയുണ്ട്, ഒരു ഇൻട്രസ്റ്റ്. എന്താണത്? അത് ഒരു നോമ്പിന് 800 ml അരി കൊടുക്കണം. ഖളാ വീട്ടും വേണം, പുറമെ 800 ml അരി കൊടുത്തിരിക്കണം. അപ്പൊ 30 നോമ്പാണ്, 24 ലിറ്റർ അരി കൊടുത്തോണം. അപ്പൊ 24 ലിറ്റർ അരി അയാളെ അക്കൗണ്ടിൽ അവിടെ ബാലൻസ് ആയിട്ട് വരികയാണ്, ബാധ്യതയായിട്ട് വരികയാണ്. അപ്പൊ ഇനി അടുത്ത റമദാൻ അത് വീട്ടണം. അത് വീട്ടിലെ നിൽക്ക. ഇപ്പോ പിറ്റേ റമദാന്റെ നോറ്റ് വെച്ച ആദ്യത്തെ റമദാൻ ഖളാ വീട്ടിയിട്ടില്ല. ഒരു റമദാനും കൂടി കഴിയുമ്പം 24-48, വീണ്ടും ഒരു റമദാനും കൂടി കഴിയുമ്പം 24, വീണ്ടും പ്ലസ് 62, ഒരു റമദാനും കൂടി കഴിയുമ്പോൾ പ്ലസ് 24 കൂട്ടിക്കോ. ഇയാളൊരു 10 കൊല്ലം ജീവിച്ച എത്ര അരി ഇയാൾ കൊടുക്കണം? എത്ര അരി കൊടുക്കണം? അത് ഉസ്താദേ, അത് സുന്നത്തല്ല, നിർബന്ധമായ ബാധ്യതയാണ്, അള്ളാന്റെ കടാണ്. കൊടുത്തില്ലെങ്കിലോ അങ്ങനെ കൊടുക്കണമെന്നില്ല ഉസ്താദേ. എന്താ വരാൻ പോണ്? ഒന്നും വരാൻ പോകുന്നില്ല. ആ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത ഒരു സൽക്കർമ്മവും, അയാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്ത ഒരു സൽക്കർമ്മം അയാളെ ഖബറിലേക്ക് കിട്ടുകയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പറ്റിയാലും വേണ്ട, പറ്റില്ലെങ്കിലും വേണ്ടില്ല. അതിനൊന്നും ആളുണ്ടാവില്ല. അവനെ കണ്ടുണ്ടെങ്കിലും ചോദിച്ചു വന്നോളായിട്ട് പറയും. ഇത് ചോദിച്ച ആരാ വരുന്നത്? അള്ളാഹുവിന്റെ കടമാദ്യം വീട്ടണം. ഈ മരിച്ച മയ്യത്ത് അയാളൊരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഖബറിൽ സൂക്ഷിക്കപ്പെട്ടുകൂടാ. അയാൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളാ. അതുകൊണ്ട് മക്കളാകുന്ന ഞങ്ങൾ അയാളെ സാമ്പത്തികമായിട്ടൊരു കാര്യത്തിന്റെ പേരിൽ അയാൾ ഖബറിൽ സൂക്ഷിക്കപ്പെട്ടുകൂടാ എന്ന് നിർബന്ധമുള്ള മക്കൾ ഇതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. വാപ്പാക്ക് ഇങ്ങനെ വല്ല ബാധ്യതയുണ്ടോ? ചിന്തിക്കണം. അത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഉസ്താദേ. അറിവില്ലായ്മ രണ്ട് ജാഹിലിന് മാത്രമേ ഇളവുള്ളത്. ഒരു കാര്യം മതത്തിൽ അറിയാത്തതിന്റെ പേരിൽ ഇളവ് ലഭിക്കുന്ന രണ്ടാളാണ്. അങ്ങോട്ട് പഠിച്ചു വെച്ചു. ആളുകൾക്ക് അനങ്ങിയുള്ള പറഞ്ഞു, ഞങ്ങൾക്കത് അന്ന് അറിയില്ലായിരുന്നു, ഞങ്ങളൊക്കെ അറിയാത്ത ആൾക്കാരല്ലേ, അതുകൊണ്ടൊക്കെ ഒരു ഇളവുണ്ടാവും. അറിവില്ലായ്മ കൊണ്ട് ഇളവ് അനുവദിക്കപ്പെടുന്ന മതത്തിൽ 2 ടീമിനാണ്. ഒന്ന് നവമുസ്ലിം, ഇപ്പൊ ഇസ്ലാമിന് വന്നിട്ടേ ഉള്ളൂ, പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അയാൾ അറിവ് കേടുകൊണ്ട് വല്ല പാകപ്പിഴകൾ സമർപ്പിച്ചു പോയാൽ അയാൾക്ക് ഇളവുണ്ട്. അത് പഠിക്കാൻ കിട്ടുന്ന സമയം വരെ. 12 മണിക്ക് ഇസ്ലാമിലേക്ക് വന്ന ആളാ, കെലിമ ചൊല്ലി ഇസ്ലാമിൽ വന്ന ആളാ, 12:30 വാക്ക് കൊടുത്ത് നിസ്കരിക്കണ്ടേ, അറിയില്ല, അയാൾക്ക് ഇളവുണ്ട്. അറിവില്ലായ്മ കൊണ്ട് അറിവില്ല. നാളത്തെ 12 മണി കഴിഞ്ഞിട്ടോ, പിന്നെ ഇളവില്ല, അത് പഠിക്കണ്ടേ. ഇങ്ങനെ പഠിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പുള്ള നവമുസ്ലിം അയാൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന പാകപ്പിഴവുകൾക്ക് ചെറിയൊരു ഇളവ് ലഭിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറങ്ങിയത് മനസ്സിലാവും, കിടന്നുറങ്ങിയ ആൾക്കാർ ഉറങ്ങിയ. രണ്ടാമത്തൊരു ഇളവ്, ഉറങ്ങാനെ നോക്കുക ആരാണ്. രണ്ടാമത്തൊരു ഇളവ് നമ്മുടെ നാട്ടിലൊക്കെ പറയും മസാഫത്തുൽ അദ്വ. മസാഫത്തുൽ അദ്വ എന്ന് പറഞ്ഞാൽ ഒരാൾ കാലത്ത് അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോഴേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ദൂരം, ഈ ദൂരത്തിനാണെന്ന് പറയാ മസാഫത്തുൽ അദ്വ.
ഒരാൾ കാലത്ത് അവന്റെ വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്താൻ എത്ര കിലോമീറ്റർ പോകും? ഒരു 10-20 കിലോമീറ്റർ ഒക്കെ. ബസ്സിലല്ല പറഞ്ഞത്, നടക്കുന്ന കുട്ടിക്കും ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവ് പോയി വരാൻ പറ്റും. ഇത്രയും ചുറ്റളവില് ഈ കാര്യം ചോദിക്കാൻ പറ്റിയൊരു പണ്ഡിതനില്ല. ഇല്ല, അങ്ങനെ ഈ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലൊന്നും അറിയാവുന്ന ഒരു പണ്ഡിതനില്ല. തന്റെ പ്രശ്നം ചോദിച്ചു പഠിക്കാൻ പറ്റിയൊരു പണ്ഡിതനില്ല. അങ്ങനത്തെ ഒരാൾക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതിന് ഇളവുണ്ട്. ഈ കാലത്ത് നടക്കുവോ? അല്ല, ഈ കാലത്ത് നടക്കുവോ? സുബ്ഹാനല്ലാ, എല്ലായിടത്തും പണ്ഡിതന്മാരും മുസ്ലിംമാരും സ്ഥാപനങ്ങളും കോളേജുകളും അല്ലോ അതിന്റെ ഒരു കൈലാസാണ്. ഈ കാലത്ത് നടക്കൂല. എന്നാ പിന്നെ അറിവില്ലായ്മക്ക് ഇളവില്ല. അതുകൊണ്ട് ഒരു കാര്യം ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കണ്ട, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് പഠിച്ച റബ്ബിനോട് പറയാമെന്ന് മനസ്സിലാക്കണ്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം അയാളെ കടങ്ങൾ വിടണം. അതിൽ ഒന്നാമത്തെ കടം അല്ലാഹുവിന്റെ കടം. കടത്തോടുകൂടി ഒരു മയ്യത്ത് ഖബറിൽ വെക്കരുത്. അത് മറ്റൊരാൾ ഏറ്റെടുത്തിരിക്കണം. ഈ മരിച്ച മനുഷ്യന് വല്ലത് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കുകയോ ആ മനുഷ്യന് വേണ്ടി ഖുർആൻ ഓതുകയോ ധർമ്മം കൊടുക്കുകയോ ചെയ്യുന്ന ആളുകളൊക്കെ ആദ്യം ചെയ്യേണ്ടത്, സാധിക്കുന്നവർ ആ കടബാധ്യത ഏറ്റെടുത്ത് വീട്ടാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. ഇപ്പൊ അങ്ങനല്ല. മരിച്ചാൽ നമ്മളൊരു അടിയന്തരം കഴിക്കാനാ മോശമല്ലേ? അതിനിപ്പോ നമ്മളോട് പറ്റിയ പോലത്തെ നമ്മളെ കുടുംബം അനുസരിച്ചൊരു അടിയന്തരം. അതുകൊണ്ട് എന്ത് കാര്യം? അടിയന്തരം കഴിക്കണം, പക്ഷെ അതിന് ചെയ്യണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ ഈ മഗ്ഫിറത്തിന്റെ 10 അല്ലാഹുവിനോട് ഈ രൂപത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുപ്പിക്കേണ്ട 10 ദിവസങ്ങളായിരുന്നു. മുഅ്മിനീങ്ങൾ പൊറുപ്പിച്ചു പോയി. സഹോദരാ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപദേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഓതിയിട്ട് സ്വാലിഹീങ്ങളെ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് അയിമ്മത്ത് മുജ്തഹിദ് രേഖപ്പെടുത്തിയ മസ്അലകളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതാ വലിയ ഒരു സംഭവം ഉണ്ടാവേണ്ടിയിരുന്നു. അതാ മക്കളെ തഖ്വാ. നിങ്ങൾ കേട്ടില്ലേ, എല്ലാ വെള്ളിയാഴ്ചയും സർവ്വ ഖുത്ബകളിലും സർവ്വ ഖതീബുമാരും ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് ഉസീക്കും വനഫ്സി ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന് തഖ്വ ചെയ്യണം. തഖ്വയുള്ള ആളുകൾക്കാണ് ഉപദേശങ്ങൾ ഫലിക്കുന്നത്. തഖ്വ ഉള്ള ആളുകൾക്കാണ് ഇൽമുകൾ ഉപകരിക്കുന്നത്. തഖ്വ ഉള്ള ആളുകൾക്കാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ ഫലം ചെയ്യുന്നത്. തഖ്വയുള്ള ആളുകൾക്കാണ് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഫലം ചെയ്യുന്നത്. അതേ, അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൊക്കെ തഖ്വയുണ്ടാവണം. അല്ലാഹുവിനെ കുറിച്ച് പേടിയുണ്ടാവണം. അല്ലാഹുവിനെ കുറിച്ച് ഖൗഫുണ്ടാവണം. പടച്ച റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് ബോധമുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും പ്രവർത്തിക്കണം. അവൻ വിരോധിച്ചത് മുഴുവനും കൈയൊഴിക്കണം. അതല്ലാതെ ആ ഒരു കാര്യവും നമുക്ക് ഉപകരിക്കുകയില്ല. സഹോദരാ, നമുക്കതാ ഒരു സുദീർഘ യാത്രയിലാ ഉള്ളത്. നമുക്കൊക്കെ യാത്ര പോകാൻ അടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല ദിവസത്തിൽ, നല്ല മാസത്തിൽ, നല്ല സമയത്ത്, നല്ല രൂപത്തിൽ മരിക്കുന്ന, കലിമ ചൊല്ലി മരിക്കുന്ന, ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരാ, ഈ മരണത്തെ തൊട്ട് ഒഴിഞ്ഞു പോവാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ആ ഒഴിഞ്ഞു മരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സമ്പാദിക്കേണ്ട കാര്യം എന്താണ്? തഖ്വ സമ്പാദിച്ചിരിക്കണം. തഖ്വയോട് കൂടി മരിക്കണം. അറിയുമോ, എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. എല്ലാ പ്രാർത്ഥനകളും പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. എല്ലാവരുടെ നോമ്പും റബ്ബ് സ്വീകരിക്കുകയില്ല. എല്ലാ നിസ്കാരങ്ങളും റബ്ബ് സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല ആരാധനകൾ സ്വീകരിക്കുന്നത്, ഇബാദത്തുകൾ സ്വീകരിക്കുന്നത്, പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. വതുലു
عليهم نبأ ابني آدم إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لا أقتلنك قال إنما يتقبل الله من المتقين. നബിയേ, അങ്ങയുടെ സമുദായത്തിന് ഓതിക്കൊടുക്കുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഥമ സന്താനങ്ങളാകുന്ന ഹാബീല് ഖാബീല്, ഈ രണ്ട് സന്താനങ്ങളെ ചരിത്രം നിങ്ങളുടെ സമുദായത്തിന് ഓതിക്കൊടുക്കുക. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് ഓതിക്കൊടുക്കുക. എന്ത് ഹാബീലും കാബീലുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളൊക്കെ പ്രസവിക്കപ്പെടുമോ? ഈ രണ്ട് ഇരട്ടകളാണ്, ഒരാണും ഒരു പെണ്ണുമാണ്. ഹാബീലിന്റെ കൂടെ ഒരു പെണ്ണുണ്ട്, കാബീലിന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഹാബീലിന്റെ കൂടെയുള്ള പെണ്ണിനെ കാബീലും, കാബീലിന്റെ കൂടെയുള്ള സ്ത്രീയെ ബഹുമാനപ്പെട്ട ഹാബീലുമാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ ലോകത്ത് ആദ്യമുണ്ടായ കലഹം അത് കാമിനി മൂലമാണ്, പെണ്ണ് മൂലമാണ്. ഹാബീലിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട സഹോദരി അല്പം സൗന്ദര്യം കുറവായിരുന്നു. കാബീലിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട സഹോദരി നല്ല സൗന്ദര്യവതിയാണ്. ഈ സൗന്ദര്യമുള്ള തന്റെ പെങ്ങളെ ഹാബീല് കല്യാണം കഴിച്ചതിലും തന്റെ ഹാബീലിന്റെ സഹോദരിയുടെ സൗന്ദര്യം കുറഞ്ഞതിനെ തനിക്ക് കല്യാണം കഴിച്ചതിലുമുള്ള തന്റെ മാനസികമായ പ്രയാസം തന്റെ പ്രിയപ്പെട്ട ഉപ്പാദൻ നബി ഹജ്ജിന് പോയപ്പോ ആ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. നിന്നെ ഞാൻ കൊല്ലും, കാരണം എന്റെ പുരോഗതിക്ക് തടസ്സമായത് നീയാണ്, എന്റെ അവകാശത്തിന്റെ കുറവ് സംഭവിച്ചത് നീ കാരണമായിട്ടാണ്. തനിക്ക് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊല്ലാൻ തീരുമാനിക്കുന്നു. ഞാൻ ചുരുക്കി പറയുന്നു, കാബീല് പറഞ്ഞു, പക്ഷേ നീ കൊന്നാൽ എനിക്ക് വിരോധമില്ല. യഥാർത്ഥത്തിൽ ഹാബീലും കാബീലും അള്ളാഹുവിന് വേണ്ടി ഖുർബാൻ കഴിച്ചതാണ്, ബലി കഴിച്ചതാണ്. ഹാബീലിന്റെ ബലികർമ്മം അള്ളാഹു സ്വീകരിച്ചു, കാബീലിന്റേത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടേ കാബീലിന്റേത് സ്വീകരിക്കാതിരുന്നത്? കാബീല് ബലി കഴിച്ചതിലുള്ള തകരാറ് കൊണ്ടല്ല, പക്ഷേ കാബീലിന്റെ മനസ്സ് ശുദ്ധമല്ല. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി രണ്ടുപേരും ബലി കഴിച്ചതാണ്, ഒരു മൃഗത്തെ ബലി കഴിച്ചതാണ്. പക്ഷേ ഹാബീലിന്റേത് സ്വീകരിച്ചു, കാബീലിന്റേത് സ്വീകരിച്ചില്ല. ഇന്നത്തെ പോലെയല്ല, സ്വീകരിച്ചതും സ്വീകരിക്കപ്പെടാത്തതും അപ്പോൾ തന്നെ വ്യക്തമായി അറിയുന്നതാണ്. അള്ളാഹു സ്വീകരിച്ച ബലികർമ്മമാണെങ്കിൽ ആകാശത്തുനിന്ന് തീ വന്ന് തിന്നു പോകുന്നതാണ്, കത്തിപ്പോകുന്നതാണ്. പക്ഷേ കാബീലിന്റേത് അനങ്ങിയില്ല, തീ പിടിച്ചില്ല. ഹാബീലിന്റേത് തീ പിടിച്ച് കത്തി ദ്രവിച്ചു പോയി, അത് സ്വീകരിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നുപോയി. കാബീലിന്റേത് സ്വീകരിച്ചില്ല. പക്ഷേ ഇവിടെ മുസ്ലിം ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, കാബീലിന്റെ ബലികർമ്മം സ്വീകരിക്കപ്പെടാതെ പോയത് കാബീൽ ബലി കഴിച്ചതിലുള്ള കുഴപ്പം കൊണ്ടല്ല, ആ ബലിമൃഗത്തിന്റെ തകരാറ് കൊണ്ടല്ല. പക്ഷേ കാബീലിന്റെ മനസ്സ് ശുദ്ധമല്ല. തന്റെ കൊച്ചനുജനാകുന്ന ഹാബീലിനോട് തന്റെ മനസ്സിനകത്ത് വൈരാഗ്യമുള്ളത് കൊണ്ട്, വിദ്വേഷമുള്ളത് കൊണ്ട്, അസൂയ ഉള്ളത് കൊണ്ട്, വെറുപ്പുള്ളത് കൊണ്ട് തന്റെ ബലികർമ്മം സ്വീകരിച്ചില്ല. സഹോദരാ, അള്ളാഹുവിന്റെ പള്ളിയിൽ പതായി പരിശുദ്ധ റമദാൻ മാസത്തില് പട്ടിണി കടന്ന് നോമ്പെടുത്ത് പള്ളിയിൽ വന്നിരുന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ മുഴുവനും നിർവഹിച്ചിട്ട് രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തിട്ട് നിന്റെ ഹൃദയത്തിൽ കിബിർ വെച്ചുകൊണ്ട്, ഹസദ് വെച്ചുകൊണ്ട് നിന്റെ തൊട്ടയലത്തുള്ള സഹോദരനോട്, നിന്റെ തൊട്ടയലത്തുള്ള കച്ചവടക്കാരനോട്, നിന്റെ സമീപത്തുള്ള സ്നേഹിതനോട്, നിന്റെ കൂട്ടുകാരനോട്, മുഅ്മിനായ സഹോദരനോട് ഉള്ളിൽ പക വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട്, വൈരാഗ്യം വെച്ചുകൊണ്ട് നീ പൊറുക്കലിന് തേടിയിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല.
ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു ആരാധനകൾ സ്വീകരിക്കുന്നത്, അല്ലാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത്, അല്ലാഹു പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലാഹു നമ്പരങ്ങൾ അറിയുന്നത്, അത് സ്വീകരിക്കുന്നത് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാകുന്നു. ഹൃദയം ശുദ്ധീകരിച്ചവരിൽ നിന്ന് മാത്രമാകുന്നു. ഹൃദയത്തിനകത്ത് കിബറില്ലാതെ, ഹസദില്ലാതെ, വൈരാഗ്യമില്ലാതെ, പോരില്ലാതെ, ഒരാളോടും ഒരു വെറുപ്പുമില്ലാതെ, നിഷ്കളങ്ക കൽബോടുകൂടെ, അല്ലാഹുവിന് ഖൗഫുള്ളതിനോടുകൂടെ, മുത്തുനബിയോട് മഹബത്തുള്ളതിനോടുകൂടെ ആരാണ് കൽബ് ശുദ്ധീകരിച്ചിട്ടുള്ളത്? അവരിൽ നിന്നല്ലാത്ത ഒരു പ്രവർത്തനവും പടച്ചറബ് സ്വീകരിക്കുകയില്ല. അത് പടച്ചറബിന്റെ അടുത്ത് ഉപകരിക്കുകയില്ല. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നാമൊക്കെ ചെയ്യുന്ന അല്ലറ ചില്ലറ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കുറ്റമറ്റതായി നമ്മിൽ നിന്ന് പരിഗണിച്ച് പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരാ, നമ്മളാകെ ചെയ്യുന്ന ഒരു നിസ്കാരം, നിർവഹിക്കുന്ന ഒരു നിസ്കാരം, അനുഷ്ഠിക്കുന്ന ഒരു നോമ്പ്, ദിക്റുകൾ ചൊല്ലുന്നത്, ഖുർആൻ ഓതുന്നത്, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത്, ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്നത്, ഇതുപോലെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമുക്ക് ഉപകരിക്കണോ? ആഖിറത്തിൽ നമുക്കൊരു പ്രതീക്ഷയുള്ള അമലായി തീരണോ? നമ്മുടെ കൽബിൽ നിന്ന് കിബറുകൾ മാറ്റിവെക്കുക, വിദ്വേഷങ്ങൾ മാറ്റിവെക്കുക, വൈരാഗ്യങ്ങൾ മാറ്റിവെക്കുക. ഓരോ മുസ്ലിമായ ഒരു സഹോദരനോടും ഒരു വെറുപ്പ് വെച്ചുകൂടാ, ഒരു വിദ്വേഷവും വെച്ചുകൂടാ. മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങളിലേക്ക് ഇതാ കടന്നു വരാൻ പോകുന്നു. എല്ലാ സ്വഹാബികളും ആകാംക്ഷയോടെ അയാളെ കാത്തിരിക്കുകയാണ്. താമസിയാതെ ഒരു സ്വഹാബി വരുന്നു. നീണ്ട താടി വെച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരുന്നു. സലാം പറഞ്ഞ് സദസ്സിൽ പിറകിൽ ഒഴിവുള്ള ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ മുഴുവനും കേൾക്കുന്നു. എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. പിറ്റേ ദിവസവും ഇതേ രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് ഇതാ കടന്നു വരാൻ പോകുന്നു, ശ്രദ്ധിക്കുക. 3 ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയുന്നു. 3-ാമത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പതുക്കെ ഈ സ്വഹാബിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, സഹോദരാ, ഞാൻ ഇന്ന് നിങ്ങളെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കൂടെ വരട്ടെയോ? ഞാനും എന്റെ ഉപ്പയും ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ നിങ്ങളെ കൂടെ വരികയാണ്. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു അംർ ആസ് തങ്ങളോട് പറയുന്നു, ആർക്കും എന്റെ കൂടെ വരാവുന്നതാണ്. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാ. ആർക്കും കാണാൻ പാടില്ലാത്ത, അനുകരിക്കാൻ പാടില്ലാത്ത, അറിയാൻ പാടില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിലില്ല. എല്ലാവർക്കും എന്റെ കൂടെ വരാം. അന്ന് രാത്രി ഞാൻ ബഹുമാനപ്പെട്ട ആ സ്വഹാബിയുടെ കൂടെ പോവുകയാണ്. അദ്ദേഹം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് അതാ റൂമിലേക്ക് അങ്ങ് കിടക്കാനൊരുങ്ങുന്നു. വിരിപ്പിലേക്ക് കിടന്ന സമയത്ത് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅ്തു ظهري ഇലൈക റഗ്ബത്തൻ വറഹബത്തൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബിനബിയിക അല്ലദീ അർസൽത ബികിതാബിക അല്ലദീ അൻസൽത. ഈ ദിക്റങ്ങ് ചൊല്ലി അയാൾ അങ്ങ് കിടന്നു. കാലച്ചെറുപ്പം മുതൽ രാത്രി 3ആയി ഭാഗിച്ച് രാത്രിയിൽ 3-ൽ 1 ഭാഗം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്
ഈ സ്വഹാബി രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടില്ല. പിറ്റേന്ന് സുബ്ഹി വാങ്ക് വിളിച്ചപ്പോഴാണ്, സുബ്ഹി നിസ്കാരത്തിനാണ് എഴുന്നേൽക്കുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദരാ, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ് എന്ന് മുത്തു റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിങ്കൽ നിന്ന് സന്ദേശം കിട്ടാതെ മതത്തിന്റെ ഒരു കാര്യം ലോകത്തോട് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അമലുകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, സ്വകാര്യമായി നിങ്ങൾ ചെയ്യുന്ന അമൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം കൂടിയിരുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചെറിയൊരു വെറുപ്പ് തോന്നിപ്പോയി. നിങ്ങൾ രാത്രി തീരെ തഹജ്ജുദിന് എഴുന്നേറ്റില്ല. രാത്രി നിസ്കാരത്തിന് നിങ്ങൾ എഴുന്നേൽക്കാത്തത് കൊണ്ട്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാത്തത് കൊണ്ട് ചെറിയൊരു വെറുപ്പ് എനിക്ക് നിങ്ങളോട് തോന്നിപ്പോയി. എന്താ നിങ്ങൾ സ്വകാര്യമായി ചെയ്യുന്ന അമല്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് തങ്ങളോട് പറയുന്നു, അബ്ദുല്ലാഹ്, ആ രാത്രി നിസ്കാരത്തിൽ അത്ര ചിട്ടയൊന്നും എനിക്കില്ല. ചിലപ്പോഴൊക്കെ ഞാൻ നിസ്കരിക്കാറുണ്ട്, മറ്റു ചിലപ്പോൾ നിസ്കരിക്കാറില്ല. ഫർളായ ഒരു നിസ്കാരവും ഞാൻ ഉപേക്ഷിക്കലില്ല. പക്ഷേ അബ്ദുല്ലാഹ്, എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നി ലാ അജിദു ഫീ നഫ്സി ഹസദൻ വലാ ബുഗ്ദൻ അലാ അഹദിൻ. അബ്ദുല്ലാഹ്, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാളോടും എന്റെ മനസ്സിലൊരു വിദ്വേഷമില്ല, ഒരാളോടും എനിക്ക് പുച്ഛമില്ല, ഒരാളോടും എനിക്ക് ഹസദ് ഇല്ല, ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല, ഒരാളെയും ഞാൻ തരം താഴ്ത്തില്ല, ഒരാളെയും നിസ്സാരനായി ഞാൻ കാണില്ല, ഒരാളോടും എനിക്ക് വാശിയില്ല, പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ഹസദില്ല. അബ്ദുല്ലാഹ്, അതാണ് എന്റെ പ്രത്യേകത. ഉടനെ ഇത് കേട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംറുൽ ആസ് തങ്ങൾ പറയുന്നു, വദാലിക ലാ യുതാഖ് വദാലിക ലാ യുതാഖ് വദാലിക ലാ യുതാഖ്. അത് സാധിക്കാത്ത കാര്യമാ, സാധിക്കാത്ത കാര്യമാ, സാധിക്കാത്ത കാര്യമാ. ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരാളോടും വൈരാഗ്യമില്ലാത്ത, ഒരാളെയും നിസ്സാരപ്പെടുത്താത്ത, ഒരാളെയും കൊച്ചാക്കാത്ത, ഒരാളെയും തരം താഴ്ത്താത്ത ഒരു നിഷ്കളങ്കമായ മനസ്സ്, അതാണ് മക്കളെ സാധിക്കാത്തത്, അതാണ് സമ്പാദിക്കേണ്ടത്. ആ മനസ്സ് ഉണ്ടോ, നിങ്ങളെ പാപങ്ങൾ പൊറുക്കുന്നതാ, നിങ്ങളെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാ, നിങ്ങളെ നിസ്കാരങ്ങൾ സ്വീകരിക്കുന്നതാ, ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നതാ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാ റബ്ബ് സ്വീകരിക്കുന്നത്, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാ ഇബാദത്തുകൾ സ്വീകരിക്കുന്നത്, അവരിൽ നിന്ന് മാത്രമാ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അലൻതു വമാ അസ്റർതു വമാ അസ്റഫ്തു. അല്ലാഹുവേ, ഞാൻ ചെയ്തതിലുള്ള എല്ലാ തെറ്റുകളും പൊറുക്കണം. ഞാൻ ചെയ്യാതെ വെച്ചിരിക്കുന്ന എന്തൊക്കെ തെറ്റുകളുണ്ടോ നീ എനിക്ക് പൊറുക്കണം. ഞാൻ കുറെ നിസ്കരിക്കാത്തതുണ്ട്, ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്യാത്തതുണ്ട്, അതൊക്കെ നീ എനിക്ക് പൊറുത്തു തന്നേക്കണം. പരസ്യമായി ചെയ്തത് പൊറുത്തു തന്നേക്കണം, രഹസ്യമായി ചെയ്തത് പൊറുത്തു തന്നേക്കണം. ഞാൻ ലക്കും ലഗാനമില്ലാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എനിക്ക് നീ പൊറുത്തു തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിമേ, മനസ്സുകൊണ്ട് പറയുന്ന മുസ്ലിമേ, നിന്നോട് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ചെയ്ത തെറ്റ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ മക്കൾ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ അനുജൻ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ യജമാനൻ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ മാനേജർ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ കൂട്ടുകാരൻ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ കുടുംബക്കാരൻ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ അനുജത്തി നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ ചേട്ടത്തി നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ നാത്തൂൻ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ ബന്ധപ്പെട്ടവർ നിന്നോട് ചെയ്ത തെറ്റ്, നിന്റെ അയൽവാസി
പ്രവാസി നിന്നോട് ചെയ്ത തെറ്റ്, ഒരു തെറ്റും നീ പൊറുക്കാത്തവനല്ലേ, ഒന്നും നീ വിട്ടുവീഴ്ച ചെയ്യാത്തവനല്ലേ, ആർക്കും നീ മാപ്പ് കൊടുക്കാത്തവനല്ലേ, ആരോടും നീ വിട്ടുവീഴ്ച ചെയ്യാത്തവനല്ലേ, നിനക്ക് റബ്ബ് പൊറുക്കുമോ? നിനക്ക് റബ്ബ് മാപ്പ് ചെയ്യുമോ? നീ അള്ളാഹു നിനക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ, അള്ളാഹു നിനക്ക് പൊറുത്തു തരണമെങ്കിൽ എല്ലാവർക്കും നീ പൊറുത്തു കൊടുക്കുക, എല്ലാവരോടും നീ മാപ്പ് ചെയ്യുക, എല്ലാവർക്കും നീ കരുണ ചെയ്യുക. എങ്കിൽ അള്ളാഹു നിന്റെ തെറ്റുകളൊക്കെ പുറത്തു തരും. നീ ആരോടും വിട്ടുവീഴ്ച ചെയ്യാത്തവനാ, നീ വാശി വിടാത്തവനാ, നീ ആർക്കും ഒരു അളവും ചെയ്തു കൊടുക്കാത്തവനാ, ഒരാളോടും നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്തവനാണ്. നിന്റെ റബ്ബ് നിനക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? നിന്റെ റബ്ബ് നിനക്ക് പൊറുക്കുമോ? നിന്റെ റബ്ബ് നിനക്ക് മാപ്പ് ചെയ്യുമോ? അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോട്, മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുക, എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുക, എല്ലാ മുസ്ലിമീങ്ങളോടും വിട്ടുവീഴ്ച ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്താത്ത, റസൂലുള്ളാഹിനെ കൊച്ചാക്കാത്ത, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താത്ത, അല്ലാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്താത്ത സർവ്വ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തോ, പൊറുത്തു കൊടുത്തോ, കരുണ ചെയ്തോ, മനസ്സ് ക്ലിയറാക്കിക്കോ. പടച്ച റബ്ബ് നിന്റെ പാപങ്ങൾ പൊറുത്തു തരും, നിന്റെക്കെല്ലാം വിട്ടുവീഴ്ചയും. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സദസ്സിൽ പടച്ച റബ്ബ് നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബേ, ഹബീബായ മുത്തുനബിയെ മുൻനിർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ ഖായിബായി മടക്കല്ല റബ്ബേ, ഖായിബായി മടക്കല്ല റബ്ബേ. ചെയ്യുകയാണ്. എത്രയോ ആളുകൾ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫിലുള്ള ധാരാളം നമ്മുടെ പ്രവർത്തകന്മാര് പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി നെറ്റിലൂടെ മറ്റും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സ്വദേശത്തും വിദേശത്തും